വെൺമേഘമേ ശലഭങ്ങളെ താരങ്ങളെ ഇതിലേ വരൂ നാലമ്പലം നടമാടിടാൻ നാലമ്പലം നടമാടിടാൻ തിരുനാവിനയിൽ നാമം ചൊല്ലും ഗന്ധർവൻ കാറ്റേ കളിരീതിയിലും ചൂടാൻ വരൂ. ഹായ് മക്കളെ, അപ്പോഴ് അമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ അമ്മ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇന്നലെ യാത്ര കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. അമ്മ രാവിലെ കട്ടൻ ചായ ഇടുവാണ്. പിന്നെ ദോശ ചുടാൻ പോകുന്നു. അങ്ങനെ ദോശ ചുടാൻ പോകുന്നു. ദോശയ്ക്ക് കൂട്ടായിട്ടുള്ള കറി എന്ന് പറയുന്നത് സാമ്പാർ. ഇന്നലത്തെ സാമ്പാറാണ്. ഇന്നലത്തെ സാമ്പാർ ചൂടാക്കിയത്, പിന്നെ മീൻകറി വറ്റിച്ചത്. ഇത് രണ്ടും രാവിലെ ദോശയുടെ കറിയാണ്. അപ്പം ദോശ ചുടാനായിട്ടാണ് മാവ് ഒഴിച്ച് ദോശ ചുടുവാണ്. എല്ലാ മക്കളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? അമ്മ ദോശ ചുടുവാണ്. ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. കാരണം ഇന്നത്തെ യാത്രയിലേക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പം നമുക്ക് രാവിലെ എണീക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പം കട്ടൻ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. അമ്മ തീ ഓഫ് ചെയ്യുകയാണ്. അമ്മ ദോശ ചുടുവാണ്. അപ്പം അമ്മ ദോശ ചുട്ടിട്ടുണ്ട്. അപ്പം അമ്മ കഴിക്കാൻ പോവുകയാണ്. ദോശ, പിന്നെ സാമ്പാർ, ഇന്നലത്തെ മീൻകറി. അതെ, ഒരു ദിവസം അപ്പം എല്ലാവരും രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? അമ്മ കഴിയട്ടെ. നല്ല ദോശയാണ്. എല്ലാ മക്കളും ആഹാരം കഴിച്ചോ? ഉപ്പനെ അമ്മ താണ്ടേ പൊട്ടറ്റോ ചിപ്സ് ഇന്നലെ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ടത്. അപ്പോൾ രാവിലെ 2 ദോശ കഴിച്ച്. അപ്പോൾ അമ്മയ്ക്ക് പൊട്ടറ്റോ ചിപ്സ് കഴിക്കണം തോന്നി, കഴിക്കുകയാണ്. കേൾക്കണ്ട കൊള്ളാം. മക്കളെ അമ്മ ചോറ് നെച്ചോറിനുള്ള ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് വാങ്ങിച്ച്. അപ്പോൾ ആ ബീഫിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ചതാണ്. അത് നമ്മൾ ബീഫിലോട്ട് ചേർക്കുവാണ്. ഇത് ബീഫിലോട്ട് ചേർത്ത് അതിനുശേഷം ഉപ്പിട്ട് പിന്നെ നല്ലോണം ഞെവിടി പിടിപ്പിക്കുക. നല്ലോണം ഞെവിടി പിടിപ്പിക്കുക. ഇത് നല്ല ഞെവിടി പിടിപ്പിച്ച് നമ്മുടെ ബീഫ് ഞെവിടി പിടിപ്പിച്ച്. ഇനി അമ്മ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ആ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ. സവാള, പച്ചമുളക്, കറിവേപ്പില, തക്കാളി. സവാള അല്ല ഇടുവാണ്. വളരെ കുറച്ച് സവാള ഇട്ടു. ഈ സവാള മൂക്കട്ടെ. അതെ, സവാള മൂക്കുക. ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിലോട്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് നമുക്ക് വഴറ്റി ഇട്ട് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റിയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇടാം. അമ്മ ഈ ബീഫിനകത്ത് പെരിഞ്ജീരകവും നമ്മുടെ
ചെറുളിയില ഉണ്ടല്ലോ, അത് ഉണക്കി പൊടിച്ചത് കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. പെരുംജീരകവും ചെറുളിയില ഉണക്കി പൊടിച്ചത്, അത് രണ്ട് മാത്രമേ മസാല വേറെ മസാല ഒന്നും ചേർത്തിട്ടില്ല. ഇതിപ്പോൾ നമ്മുടെ ഉള്ളി സവാള തക്കാളിയെല്ലാം വഴങ്ങിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഈ തിരക്കി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതിടാം. തിരക്കി വെച്ചിട്ടുള്ള ബീഫ് അങ്ങോട്ട് ഇടുവാണ്. അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി നമ്മൾ മുളക് പൊടി ഇപ്പോൾ ഇടത്തില്ല. മുളക് പൊടി ഉള്ളായിട്ട് ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി നമ്മൾ വയറ്റിയെടുക്കുമ്പോഴേ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. നല്ല മുളകാണ്. വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ ബീഫ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടുപ്പിലിട്ട് ഈ പാത്രം വെക്കുന്ന അടച്ച് വെച്ച് അപ്പം ഇത് വിടുന്ന് വേവട്ടെ. നമ്മുടെ ബീഫ് കറി കുറേ വറ്റിയിട്ടുണ്ട്. വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് കറിയിലോട്ട് പെരുംജീരകപ്പൊടി, ഇത് പെരുംജീരകവും പിന്നെ നമ്മുടെ മറ്റേ ചെറുളിയിലയും കൂടെ പൊടിച്ചതാണ്. ആ പൊടി ഒരു സ്പൂൺ കൂടി കൊടുക്കാം. ഒരു സ്പൂൺ ഇട്ട് എന്നിട്ട് മുളക് പൊടി നമുക്ക് നമ്മുടെ എരിയുടെ അനുസരിച്ച് ഒന്ന് ഇവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഇട്ട് ഇനി നമുക്ക് ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ പല രീതിയിൽ നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കും. ഇത് നല്ലൊരു നാടൻ രീതിയിലുള്ള ബീഫ് റോസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൊച്ചുള്ളിയൊക്കെ ഇടാം. ഞാനിന്ന് കൊച്ചുള്ളിയൊന്നും ഇടുന്നില്ല. അല്ലാതാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചോറ് വെച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് റോസ്റ്റ് അല്ലേ, നമ്മുടെ ബീഫ് നല്ല വഴറ്റിയത് ബീഫ് വഴറ്റിയത് കുറച്ച് എടുത്തിട്ടുണ്ട്. ബീഫ് വഴറ്റിയത് ഇത് നമ്മൾ വടുക പുളി അച്ചാറ് അല്ലേ, വടുക പുളി അച്ചാറ് അത് വെച്ചിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറ്, ബീഫ് റോസ്റ്റ്, വടുക പുളി അച്ചാറ്. അപ്പോൾ ഇതാണ് അമ്മയുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച്. അപ്പം അമ്മ ഇച്ചിരി കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടുണ്ട്. ഒരു മസാലയാണ്, സൂപ്പർ ടേസ്റ്റും. അപ്പം എല്ലാ മക്കളും നെയ്ച്ചോറും ബീഫ് റോസ്റ്റും ഉണ്ടാക്കി നോക്കണം. ബീഫ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അധികം സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ലോണം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ബീഫ് റോസ്റ്റാണത്. അപ്പം അമ്മ ഇത് കഴിക്കട്ടെ. അപ്പോഴും അമ്മ രാത്രിത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി അരി ഉറട്ടിയാണ് അമ്മ ഉണ്ടാക്കിയത്. ഇതാണ് അരി ഉറട്ടിയും നമ്മുടെ ബീഫ് വഴറ്റിയതും രണ്ടും നമ്മുടെ രാത്രിത്തെ ഭക്ഷണം അമ്മ കഴിക്കുകയാണ്. ഇച്ചിരി ബീഫ് എടുക്കുന്നോളൂ, നമുക്ക് ഇച്ചിരി മതി. അപ്പം അമ്മ കഴിക്കട്ടെ. ഇത് കഷ്ണം എടുത്ത് വെച്ച് അടിപൊളി ടേസ്റ്റുണ്ട്.
നല്ല ബീഫാണ്. അപ്പം അമ്മ ബാക്കി കൂടെ കഴിക്കുക. എല്ലാ മക്കളും രാത്രി ഭക്ഷണം കഴിച്ചോ? രാത്രി ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കും. അപ്പം അമ്മയുടെ വീഡിയോ എല്ലാ മക്കളും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.